ത്രില്ലർ മൂവി കേട്ടോ. ഒരു കുഞ്ചാക്കോവൻ്റെ ഏറ്റവും പീക്ക് മൂവി എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ചാക്കോവൻ്റെ ഒരു റേഞ്ച് തന്നെ മാറിയിട്ടുണ്ട്. നമ്മൾ ബൊഗൻവില്ലെ കണ്ടപ്പോൾ പുള്ളിക്കൊരു ചോക്ലേറ്റ് നമുക്ക് വീണ്ടും തോന്നിയായിരുന്നു. ഇത് അതല്ല, അസൽ റഫ് ഇതിലും പടം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് വളരെ കറക്റ്റായിട്ടുണ്ട് സിനിമ. അടിപൊളി പടം. എങ്ങനെയുണ്ട്? വില്ലന്മാരൊക്കെ എങ്ങനെയുണ്ട്? എന്ന് പറയാം. കാരണം കുടുംബമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റും. മയക്കുമരുന്ന് സമൂഹത്തിന് വരുത്തുന്ന വിപത്ത് എന്താണെന്ന് ഇതിലൂടെ കാണാനായിട്ട് കഴിഞ്ഞു നോക്കുക. കാരണം ഒരിക്കലും മയക്കുമരുന്നിന് അടിമയാകാൻ ആരും ശ്രമിക്കണം. അഞ്ചാം പാതിരയുടെ അപ്പനായിട്ട് വരും. അത്രയൊക്കെ ഉണ്ട് പടം. അതിൻ്റെയൊക്കെ മുകളിലാണ് ചാക്കോത്തിൻ്റെയൊക്കെ പ്രകടനം പറഞ്ഞ ജഗതി. ഓരോ കഥാപാത്രങ്ങളുടെയും കാസ്റ്റിംഗ് വളരെ നന്നായിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ഉണ്ണിലാലുവിൻ്റെ ഇതുവരെ കാണാത്തൊരു മുഖം. അങ്ങനെ ഓരോരുത്തരെയും എടുത്തു പറയുമെങ്കിൽ ഒരുപാട് നന്നായിട്ടുണ്ട്. പ്രിയാമണി ആ കൊച്ചായിട്ട് അഭിനയിച്ച ഒരു കൊച്ചുകുട്ടിയുണ്ട്, ചാക്കോത്തിൻ്റെ ഇളയ മകളായിട്ട്. അവളൊക്കെ സൂപ്പർ അഭിനയമാണ്. ഒരു നിമിഷം പോലും നമ്മുടെ ആകാംക്ഷയുടെ മുഴുവനയിൽ നിർത്തിക്കൊണ്ട് സഞ്ചരിപ്പിക്കുന്ന ഒരു പടമാണ്. നന്നായിട്ട് ഓടുന്ന എല്ലാവർക്കും കാണാവുന്ന പടം. അവർ കൊള്ളാം, നല്ല സിനിമയാണ്. നമ്മളെപ്പോഴും കാണുന്ന ഒരു യൂഷ്വൽ പ്ലോട്ട് തന്നെ സ്ക്രീൻ പ്ലേ തൊട്ട് ഡിറക്ഷൻ, സിനിമാറ്റോഗ്രഫി എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വന്നപ്പോൾ കുറച്ചും കൂടെ നല്ല വേരിയേഷൻസ് അതിൽ വന്നിട്ടുണ്ട്. നല്ല സിനിമയാണ്. വോയിസ്റ്റ് ഒക്കെ നമുക്ക് സിനിമ കഴിയുമ്പോൾ എന്തായാലും നല്ല സിനിമയാണ്. കാണിച്ചത് അങ്ങനെ ഫാമിലി സ്റ്റോറിയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി കണക്റ്റ് ആവുന്ന രീതിയിലാണ് അതിൻ്റെ കഥ വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ കുഞ്ചാക്കോ ബോബൻ ഒരു ഹെവി ഡിഫിറ്റാണ് ഈ സിനിമ. എന്താണ് ബോഗൻവില്ലയ്ക്ക് തരാൻ പറ്റാത്തൊരു കിറ്റ് ഈ സിനിമയിൽ കുഞ്ചാക്കോവിന് തരാൻ പറ്റും. അതാണ് കൂടുതൽ പ്രതീക്ഷിച്ചത്. അതൊക്കെ മേലെയാണ് ഈ സിനിമ. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വിജയുടെ BGM ഒക്കെ ശരിക്കും തിയേറ്റർ ആംബിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രിയേഷനായിരുന്നു സിനിമയിൽ കാണാൻ പറ്റിയത്.